അശ്വതി, അവിടെ ആ മലപ്പുലയാട്ടം എന്നുള്ള ഒരു മത്സര ഇനം തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കുട്ടികളുടെയും കാണികളുടെയും ഒക്കെ ഒരു ആവേശം? ഈ മലപ്പുലിയാട്ടം എന്ന് പറയുന്നത് വളരെ എനർജി ആവശ്യമുള്ള ഒരു നൃത്തമാണ്. പെൺകുട്ടികളും ആൺകുട്ടികൾ വാദ്യോപകരണങ്ങൾ വായിക്കുന്നു. ആ വാദ്യോപകരണങ്ങൾക്ക് ഒക്കെ വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇവിടെ മലപ്പുലിയാട്ടത്തിൻ്റെ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുട്ടികളോടൊപ്പം സെൽഫി എടുക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊക്കെ കണ്ടതാണ്. പൂക്കി വൈബിലാണ് ആ മിനിസ്റ്റർ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള വീഡിയോകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ നേരിട്ട് ഈ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരു നൃത്തം കാണുന്നതിന് വേണ്ടിയിട്ട്, ഈ ഗോത്ര നൃത്തം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നിരവധി കുട്ടികൾ ഇവിടെയുണ്ട്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയം അത്രയും വളരെ എനർജിയോടുകൂടി ഫുൾ എനർജി എന്തായാലും അദ്ദേഹം ഇവിടെ കുട്ടികൾക്കൊപ്പം സെൽഫി എടുക്കുന്നു, അവരുടെ കൂടെ ഇത് ആസ്വദിക്കുന്നു. മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി നടക്കുന്നില്ലേ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികളുടെ അവരുടെ ഒരു വൈബിലാണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും വേദിയിൽ മലപ്പുലിയാട്ടം ഇവിടെ ഒരു ബോയ്സ് വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് സാർ എങ്ങനെയാണ് സാറിന്റെ പോസ്റ്റ് കണ്ടിരുന്നു? ഫേസ്ബുക്കിലുള്ള ഒരു പുതിയ വൈബിലൊക്കെ ആയിരുന്നു. പുതിയ കാലഘട്ടമല്ലേ, കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളോടൊപ്പം ചേരുക, കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളോടൊപ്പം ചേരുക. കുട്ടികളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അതെ, വലിയ ആവേശത്തിൽ തന്നെ ഗോത്ര കലാരൂപങ്ങൾ കൊണ്ടുവന്നതും എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. ഗോത്രകലകൾ അദ്ദേഹം എന്തായാലും ഈ കുട്ടികളുടെ വൈബിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വേദിയിൽ കാണുന്നതാണ് മലപ്പുലിയാട്ടം. അതിൽ പാട്ടില്ല, അതായത് വാക്കുകളുള്ള പാട്ടുകളില്ല, അതിൽ താളങ്ങൾ മാത്രമാണുള്ളത്. വിവിധ ഇൻസ്ട്രുമെന്റ്സ്, അതായത് കാണാത്ത ഇൻസ്ട്രുമെന്റ്സാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കയ്യിൽ നൃത്തകരുടെ കയ്യിൽ ഒരു വടിയുണ്ട്, അത് കൊട്ടിയും ഒക്കെയാണ് ഇത് കളിക്കുന്നത്. ഇത് ആൺകുട്ടികൾ മാത്രമുള്ളതാണ്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കളിക്കുന്ന രീതിയിലുണ്ട്. പെൺകുട്ടികൾ മാത്രം അങ്ങനെ അത് എങ്ങനെ വേണമെങ്കിൽ കളിക്കാം. പക്ഷേ എനർജിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. മിനിസ്റ്ററും പൂക്കി വൈബിൽ തന്നെയാണ്, കുട്ടികളോടൊപ്പം സെൽഫി എടുക്കുന്നു, കലോത്സവ വൈബിൽ തന്നെയാണ് അദ്ദേഹം, അല്ലേ? പിന്നല്ലാണ്ട് ഈ മത്സരങ്ങളും കുട്ടികളുടെ ആവേശമൊക്കെ കാണുമ്പോൾ മിനിസ്റ്ററും അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയല്ലേ, അല്ലേ? അത് തീർച്ചയായിട്ടും ഭയങ്കര വൈബിൽ തന്നെയാണ് തൃശ്ശൂർ കലോത്സവം മുന്നോട്ട് പോകുന്നത്.